ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും എടുത്തില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ചില കോംപ്ലിക്കേഷൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേത് അനീമിയ അഥവാ വിളർച്ചയാണ്. അതായത് ക്രമേണ നമുക്ക് ചെറിയ തോതിലാണെങ്കിൽ പോലും ഒരു ബ്ലീഡിങ് തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്കിത് ഭാവിയിൽ അനീമിയ അഥവാ വിളർച്ച ഡെവലപ്പ് ചെയ്യാനുള്ള കാരണമായേക്കാം. രണ്ടാമത്തേത് ത്രോംബോസ്റ്റ് പൈൽസ് ആണ്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ പൈൽസ്, മലദ്വാരത്തിന് പുറത്ത് കാണപ്പെടുന്ന പൈൽസിനുള്ളിൽ ചെറിയ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്തിട്ട് അത് പെട്ടെന്ന് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനായിട്ട് മാറാറുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി സീക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതേപോലെ നമ്മൾ പൈൽസ് ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇത് ക്രമേണ വലുതായി നമ്മുടെ മലദ്വാരത്തിന് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ട് വരാറുണ്ട്. അതായത് പുറത്തേക്ക് തള്ളി നിൽക്കാറുണ്ട്. ഈ ഒരു സമയത്ത് ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തിന് പലപ്പോഴും പല ഇൻഫെക്ഷൻസ് ഒക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ അൾസറേഷൻ പോലെയൊക്കെ ഉണ്ടാകാറുണ്ട്. ചില കേസസിൽ ആപ്സസ് ഒക്കെ ഫോം ചെയ്യാറുണ്ട്. ആപ്സസ് എന്ന് പറയുമ്പോൾ പസ് ഒക്കെ ഫില്ലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആപ്സസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്. അടുത്തത് ഇത്തരത്തിൽ ആപ്സസ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കത് നമ്മുടെ ടിഷ്യൂസിൻ്റെ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കൂടുതൽ ഡീപ്പറായിട്ട് ഈ ഇൻഫെക്ഷൻസ് ഒക്കെ പോകാനും അവിടുത്തെ മസിൽസിനൊക്കെ ഇത് ഇൻഫെക്ഷനൊക്കെ ഇപ്പോൾ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഫിസ്റ്റുല പോലുള്ള കാര്യങ്ങളും വീണ്ടും ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യതയും ഉണ്ട്.